നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എസ്സേകളില്ലാത്ത 6 ചാപ്റ്ററുകൾ നമ്മൾ പലപ്പോഴും പഠിക്കുമ്പം എളുപ്പത്തിന് വേണ്ടി എസ്സേയിലുള്ള ചാപ്റ്ററാണെങ്കിൽ ഡെറിവേഷൻസ് കൂടുതലാണ്. അതാണ് എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെറിവേഷൻസ് കൂടുതലാണ്, പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും. എന്നാൽ ഈ പറയുന്ന 6 ചാപ്റ്ററിനകത്ത് ഡെറിവേഷൻസ് ഉണ്ട്, പക്ഷേ ചെറിയ ചെറിയ ഡെറിവേഷൻസ് ആണ്. 1 മണിക്കൂർ കൊണ്ടാക്കി ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ പഠിച്ചെടുക്കാം. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് 6 ചാപ്റ്ററുകൾ? 1, മാഗ്നറ്റിസം. വളരെ ചെറിയ ചാപ്റ്ററാണ്, കുഞ്ഞൻ ചാപ്റ്ററാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ചെറിയ ഡെറിവേഷൻസേ ഉള്ളൂ, വലിയ ഡെറിവേഷൻസ് ഒന്നുമില്ല. എസ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഇതിന് ചോദിക്കാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിൻ്റെ യൂസസും പ്രൊഡക്ഷനും ഒക്കെ ഉള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഈ പറഞ്ഞ പോലെ എസ്ഐസ് ഒന്നും ഇല്ല. ഡ്യുവൽ നേച്ചർ, ചെറിയ ചാപ്റ്ററാണ്, എസ്ഐകളൊന്നുമില്ല. ആറ്റംസ്, ന്യൂക്ലിയർ. ഈ 6 ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കാൻ മാക്സിമം അത്യാവശ്യമൊക്കെ പഠിച്ചു വെച്ചേക്കുന്നവരാണെങ്കിൽ 1/2 മണിക്കൂർ മതി നോക്കാൻ. ഇനി ആദ്യം മുതൽ പഠിക്കുന്നവർ ഇപ്പം പഠിക്കാനിരുന്നാൽ പോലും എത്ര സമയം മതി? 1 മണിക്കൂർ കൊണ്ടൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഇതിനകത്തൊന്നും പക്ഷേ നല്ലതുപോലെ മാർക്ക് വരാം. 10-25 മാർക്ക് ചിലപ്പം ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ 25-30 മാർക്ക് വരെ ചോദിക്കാം ഈസി ആയിട്ട്. അന്നേരം എസ്ഐകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളാണ്. പക്ഷേ എസ്ഐകളില്ലാത്ത ചാപ്റ്റർ നല്ല ക്ലീനായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് 2, 3, 1 മാർക്കൊക്കെ നമുക്ക് നൈസായിട്ട് കോരി വാരി എടുക്കാം. ഈ ചാപ്റ്ററുകൾ മറക്കാതെ നോക്കിക്കൊണ്ട് പോകണം, എളുപ്പത്തിന് പഠിക്കാം. നോട്ടുകളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിനകത്തും എല്ലാം ഉണ്ട്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.